Hello dears, welcome to Arma Vibes Grammar Class Day 8. ഇന്നത്തെ ടോപ്പിക് സെന്റൻസസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്. എന്നാൽ ഉറപ്പായും പഠിക്കേണ്ടതുമാണ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. An English sentence is a group of words expressing a complete thought, typically containing a subject and a verb. ഒരു ഇംഗ്ലീഷിലെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതിലൊരു കംപ്ലീറ്റ് തോട്ട് ഉണ്ടാവും, അതിലൊരു സബ്ജക്റ്റും വേർബും ഉണ്ടാവും. ഇവിടെ തന്നെ നോക്കിയേ, എ ബോയ് ഗുഡ് റാം ഈസ്. ഇതൊരു സെൻറ്റൻസ് ആണോ? അല്ല. റാം ഈസ് എ ഗുഡ് ബോയ്, ഇത് സെൻറ്റൻസ് ആണല്ലേ. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? റാം ഈസ് എ ഗുഡ് ബോയ് എന്ന് പറയുമ്പോൾ ഇതിലൊരു സെൻസ് ഉണ്ട്, ഒരു കംപ്ലീറ്റ് തോട്ട് ഉണ്ട് അല്ലേ. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇവിടെ രാം എന്ന് പറയുന്ന സബ്ജക്റ്റാണ്, ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബും, ബോയ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓബ്ജക്റ്റുമാണ്. ഇങ്ങനെ വന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് എന്ന് പറയാൻ കഴിയൂ. ഇനി പലതരത്തിലുള്ള സെൻറ്റൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സീത സിങ്സ് വെൽ. വെയർ ആർ യു ഗോയിങ്? വാവ്, ഹൗ ക്യൂട്ട് ദ ബേബി ഈസ്. പ്ലീസ് കം ഇൻ. ഗോ അവേ. ഇതെല്ലാം സെൻറ്റൻസസ് ആണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ലുക്ക് അറ്റ് ദ ഫസ്റ്റ് സെൻറ്റൻസ്, സീത സിങ്സ് വെൽ. ഇവിടുത്തെ സീതയുടെ എസ് ക്യാപിറ്റലാണ്, അതുപോലെ എൻഡിങ്ങിൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. നെക്സ്റ്റ് വൺ, വെയർ ആർ യു ഗോയിങ്. ഇവിടെ എന്താണ്? ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. നെക്സ്റ്റ് വൺ, വാവ്, ലുക്ക് അറ്റ് ദ എക്സ്ക്ലമേഷൻ മാർക്ക്. ഹൗ ക്യൂട്ട് ദ ബേബി ഇസ്. അതിനകത്തും എന്തുണ്ട്? എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. അടുത്ത നോക്കിയേ, പ്ലീസ് കം ഇൻ, ഫുൾ സ്റ്റോപ്പ്, അല്ലെങ്കിൽ ഒരു പീരിയഡ് എന്ന് പറയും അതിനെ. ഗോ അവേ, അവിടെയും ഫുൾ സ്റ്റോപ്പാണ്. അപ്പോൾ ഈ 5 സെൻറ്റൻസിൻ്റെയും ഡിഫറൻസ് എന്തൊക്കെയാണ്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏതൊക്കെയാണ് ഡിഫറൻസ്, എന്തൊക്കെയാണ് ഇതിനൊക്കെ ഓരോരോ പേരുണ്ട്. ഓരോ സെൻറ്റൻസിനും ഓരോ പേരുണ്ട്. എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിനു മുന്നേ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് സെൻറ്റൻസസ്, ഓരോ സെൻറ്റൻസിൻ്റെയും പ്രത്യേകത എന്താണെന്ന് നോക്കാം. എസെൻഷ്യൽ എലിമെൻറ്റ്സ്, എ സബ്ജക്റ്റ്, അതിനൊരു സബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ. നേരത്തെ പറഞ്ഞ രാം ഇസ് എ ഗുഡ് ബോയിൽ രാമാണ് അവിടുത്തെ സബ്ജക്റ്റ്. എ സബ്ജക്റ്റ്, ഹൂ ഓർ വാട്ട് ദ സെൻറ്റൻസ് ഇസ് അബൌട്ട്, ആൻഡ് എ പ്രെഡിക്കേറ്റ്. ഇതിലൊരു സബ്ജക്റ്റ്, ഒരു സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടാവും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൂ ഓർ വാട്ട് ദ സെൻറ്റൻസ് ഇസ് അബൌട്ട്, ഒരു സെൻറ്റൻസ് ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ എന്ന് പറയുന്നതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ആൻഡ് എ പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റ് മീൻസ് ദ വേർബ് ഓർ ആക്ഷൻ പെർഫോംഡ് ബൈ ദ സബ്ജക്റ്റ്. അതിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു ആക്ഷനാണ് ഇവിടെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ചെയ്യുന്ന എല്ലാ ആക്ഷനെയും പ്രെഡിക്കേറ്റ് എന്ന് പറയും. നെക്സ്റ്റ്, കമ്പോണൻസ്. എന്തൊക്കെയാണ് സെൻറ്റൻസിലുള്ളത്? സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്ട്സ്, കോംപ്ലിമെൻറ്റ്സ് ആൻഡ് അഡ്ജങ്ക്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു സെൻറ്റൻസിൽ ഉണ്ടാവുക. പക്ഷേ സബ്ജക്റ്റും വേർബും ഓബ്ജക്റ്റും മിക്കവാറും ഏകദേശം എല്ലാ സെൻറ്റൻസസിലും ഉണ്ടാവും. നെക്സ്റ്റ് വൺ, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ് ലീസ്റ്റ് വൺ മെയിൻ ക്ലോസ് ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ ആസ് എ കംപ്ലീറ്റ് തോട്ട്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസെങ്കിലും ഉണ്ടാവും. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന, മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സെൻറ്റൻസ് പോലെ ഇരിക്കുന്ന ഒരു ക്ലോസ് അതുണ്ടാവും. Punctuation and capitalization starts with a capital letter and ends with a full stop, question mark or exclamation point. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. ഫുൾ സ്റ്റോപ്പോ ക്വസ്റ്റ്യൻ മാർക്കോ എക്സ്ക്ലമേഷൻ പോയിൻറ്റോ ഏതെങ്കിലും ഒന്നുണ്ടാവും. ഇനി ക്ലോസ് എന്താണെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. A clause is a fundamental unit of grammar consisting of a subject and a verb. Clauses form complete sentences or independent sentences or parts of sentences, that is dependent, acting as nouns, adjectives or adverbs. എന്താണ് ക്ലോസ്? ഇതൊരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഗ്രാമർ ആണ്. അതിനകത്ത് ഒരു സബ്ജക്റ്റും വേർബും ഉണ്ടാവും. ക്ലോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സെൻറ്റൻസിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. ഇറ്റ് ഫോംസ് കംപ്ലീറ്റ് സെൻറ്റൻസസ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, മറ്റൊരു പോർഷൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അത് നൗണായിട്ടോ അഡ്ജക്റ്റീവ്സ് ആയിട്ടോ ആഡ്വേർബ്സ് ആയിട്ടോ ആക്ട് ചെയ്യും. എന്താണെന്ന് നോക്കാം.
കീ ടൈപ്സ് ഓഫ് ക്ലോസസ്. എന്തൊക്കെയാണ് ക്ലോസസിൽ വരുന്നത് നോക്കാം, കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഇൻഡിപെൻഡൻറ്റ് ഓർ മെയിൻ ക്ലോസ് ഇതെന്താണ്? എക്സ്പ്രസസ് എ കംപ്ലീറ്റ് തോട്ട് ആൻഡ് ക്യാൻ സ്റ്റാൻഡ് അലോൺ. അപ്പം ഞാൻ പറഞ്ഞു ഒരു സെൻറ്റൻസ് എടുത്താൽ, ഫോർ എക്സാമ്പിൾ, ഐ ലവ് ഈറ്റിംഗ് കുക്കീസ് ബിക്കോസ് ഇറ്റ് ഈസ് സമ്മർ. ഇതാണ് ഒരു സെൻറ്റൻസ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് പാർട്ട് നോക്കിയേ, ഐ ലവ് ഈറ്റിംഗ് കുക്കീസ്. ഇത് മെയിൻ ക്ലോസ് എന്ന് പറയും, അതായത് ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്കിത് ഒറ്റയ്ക്ക് എഴുതിയാലും സെൻറ്റൻസ് ആയിട്ടിരിക്കും അല്ലേ, കംപ്ലീറ്റ്ലി മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡിപെൻഡൻറ്റ് ഓർ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, ഇതിൻ്റെ ബാലൻസ് പോർഷനായിട്ടുള്ള ബിക്കോസ് ഇറ്റ് ഇസ് സമ്മർ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ്. അതുകൊണ്ട് അത് ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. കനോട്ട് സ്റ്റാൻഡ് അലോൺ ആൻഡ് റിക്വയർസ് an independent clause to make sense. ഇനി നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് ഏതാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് വിത്ത് എക്സാമ്പിൾസ്. ലുക്ക് അറ്റ് ദിസ്. ദർ ആർ 4 kinds of sentences. 4 തരത്തിലുള്ള സെൻറ്റൻസസ് ആണുള്ളത്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയും, സ്റ്റേറ്റ്മെൻ്റ് എന്നും പറയും. ഇതൊരു കാര്യം പ്രസ്താവിക്കുകയാണ് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. ഐ ഹാവ് എ ഡോഗ്. ഇപ്പോൾ എനിക്കൊരു ഡോഗ് ഉണ്ട്, അല്ലെങ്കിൽ ഷീ ഈസ് എ ഗുഡ് ഗേൾ. ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക, ഇതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. ഇൻറ്ററോഗേഷൻ എന്ന് പറയുന്നത് തന്നെ ക്വസ്റ്റ്യൻ എന്നാണ് അതിൻ്റെ മീനിങ്. വേർ ഇസ് മൈ ഫോൺ? ഹൗ ആർ യു? വാട്ട്സ് യുവർ നെയിം? ഇതെല്ലാം ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, എൻഡ്സ് ഇൻ ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇംപെററ്റീവ് സെൻറ്റൻസ്. ഇംപെററ്റീവ് എന്ന് പറഞ്ഞാൽ കമാൻഡ്സും റിക്വസ്റ്റും ആണ്. കമാൻഡ്സ് വരും, റിക്വസ്റ്റ് വരും, ഓർഡേഴ്സ്, അതുപോലെ സജഷൻസ്, അഡ്വൈസ്, ഇതെല്ലാം ഇംപെററ്റീവ് സെൻറ്റൻസസ് ആണ്. ക്ലോസ് ദ ഡോർ, ഗെറ്റ് ഔട്ട്, പ്ലീസ് കം ഇൻ, ഇതെല്ലാം ഇംപെററ്റീവ് ആണ്. നെക്സ്റ്റ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഔസം, ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവർ ഇസ്. ഇതിന് നമ്മൾ എല്ലാ സെൻറ്റൻസിലെയും പോലെ എല്ലാ സെൻറ്റൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലും എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പോ ക്വസ്റ്റ്യൻ മാർക്കോ അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കോ ആയിരിക്കും. Sentences are classified by function into 4 main types: declarative, interrogative, imperative and exclamatory sentences. ഫങ്ഷൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ സെൻറ്റൻസസിനെ 4 ആയിട്ട് നമുക്ക് തിരിക്കാം. ഫസ്റ്റ് വൺ, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഓൾസോ കോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ സെക്കൻഡ് വൺ, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഓൾസോ കോൾഡ് ക്വസ്റ്റ്യൻസ്. Imperative sentence, also called commands or requests, and exclamatory, that is emotion. Sentence types കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. Declarative sentence, I enjoy studying English. Interrogative sentence, have you eaten lunch? Exclamatory sentence, what a terrible idea. Imperative sentence, don't walk through that door. ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. നോക്കിക്കേ, ഇറ്റ് ടെൽസ് സംതിങ്, എൻഡ്സ് വിത്ത് എ പീരിയഡ്, ദാറ്റ് ഇസ് ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുന്നതായിരിക്കും, അതാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഐ ലൈക്ക് സ്കൂൾ, ഹി ഹാസ് എ ഡോഗ്. നെക്സ്റ്റ് വൺ, ഇൻറ്ററോഗേറ്റീവ്. ഇറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതിയാണ് ശരിക്കും ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ഡു യു ലൈക്ക് ജിം? വാട്ട് ടൈം ഇസ് ഇറ്റ്? നെക്സ്റ്റ് വൺ, ഇംപെററ്റീവ് സെൻറ്റൻസ്. ഇംപെററ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഗിവ്സ് ഡിറക്ഷൻസ് ഓർ എ കമാൻഡ്. ഒരു കമാൻഡ് പറയുക, അല്ലെങ്കിൽ കമാൻഡ് മാത്രമല്ല കേട്ടോ, റിക്വസ്റ്റ് പറയുന്നതും ഇംപെററ്റീവ് സെൻറ്റൻസ് ആണ്. ഇറ്റ് എൻഡ്സ് വിത്ത് എ പീരിയഡ്. പുട്ട് ദ ഡിഷസ് അവേ, ക്ലീൻ അപ്പ് യുവർ ടോയ്സ്, പ്ലീസ് കം ഇൻ, കൈൻഡ്ലി ഗിവ്. നെക്സ്റ്റ് വൺ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ഷോ സ്ട്രോങ് ഫീലിങ്സ്. It ends with an exclamation mark. I love it. This is great. നമ്മൾ നേരത്തെ സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്തിരുന്നത് ഫങ്ഷണലി ആണ്. ഇനി സ്ട്രക്ചറലി സെൻറ്റൻസസ് ആർ ക്ലാസിഫൈഡ് ആസ്
simple, compound, complex or compound complex depending on the arrangement of independent and dependent clauses. ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഡിപ്പെൻഡൻറ്റ് ക്ലോസും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് രണ്ടും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് നമ്മൾ സെൻറ്റൻസിനെ വീണ്ടും സ്ട്രക്ചർ അനുസരിച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ സ്ട്രക്ചർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 3 ടൈപ്സ് ആണ്: സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലെക്സ്. ഓരോന്നും നോക്കാം. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലെക്സ് സെൻറ്റൻസസ് നോക്കിയേ. ഫസ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും വേർബും ഒരു കോംപ്ലിമെൻറ്റും ഉണ്ടാവും. കോംപ്ലിമെൻറ്റ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഷീ സ്മൈൽഡ്, ഇതിനകത്ത് സബ്ജക്റ്റും വേർബും ഉണ്ട്. നെക്സ്റ്റ് കോമ്പൗണ്ട് സെൻറ്റൻസസ്: 2 or more simple sentences joined by a coordinator and punctuation. ഇതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. ഷീ സ്മൈൽഡ് ആൻഡ് ഷീ ലാഫ്ഡ്. ഇതിനകത്ത് ആൻഡ് വെച്ചിട്ടാണ് ഇത് രണ്ടും ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡാണ് ഇവിടുത്തെ കോർഡിനേറ്റർ. ഇവിടെ ഒരു പങ്ക്ച്വേഷനും ഉണ്ട്. കോമയാണ് പങ്ക്ച്വേഷൻ. ഇങ്ങനെ ഒരു കോർഡിനേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതായത് കൺജങ്ഷൻസ് ആൻഡ്, ബട്ട്, ഓർ ഇതൊക്കെ കൺജങ്ഷൻസ് ആണ്. നോർമലി അത് യൂസ് ചെയ്തിട്ടാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ കോംപ്ലെക്സ് സെൻറ്റൻസ്: ആൻ ഇൻഡിപെൻഡൻറ്റ് ഐഡിയ ആൻഡ് എ ഡിപ്പെൻഡൻറ്റ് ഐഡിയ ഇൻ വൺ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിന് തന്നെ ഇൻഡിപെൻഡൻറ്റ് ഐഡിയയുമുണ്ട്, ഡിപ്പെൻഡൻറ്റ് ഐഡിയയുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഷീ സ്മൈൽസ് വെൻ ഷീ ഈസ് ഹാപ്പി. ഇപ്പോൾ ഷീ സ്മൈൽസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് നിൽക്കാനും പറ്റും അല്ലേ? ഷീ സ്മൈൽസ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ഇനി വെൻ ഷീ ഈസ് ഹാപ്പി എന്ന് മാത്രം എഴുതിയാൽ ഇത് കംപ്ലീറ്റ് ആകുന്നുണ്ടോ? ഇത് കംപ്ലീറ്റ് ആകുന്നില്ല. ഷീ സ്മൈൽസ് വെൻ ഷീ ഈസ് ഹാപ്പി. ഷീ സ്മൈൽസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഐഡിയ ആണ്. വെൻ ഷീ ഈസ് ഹാപ്പി എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് ഐഡിയ ആണ്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് കോംപ്ലെക്സ് സെൻറ്റൻസ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ്. Next, simple sentences have one independent clause. Compound sentences join 2 or more independent clauses with conjunctions like and or but. Complex sentences join one independent clause with at least one dependent clause using subordinating words like because or if. ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സിമ്പിൾ സെൻറ്റൻസസ് എന്ന് പറയുന്നത് അതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമേ ഉള്ളൂ. പക്ഷേ കോമ്പൗണ്ട് സെൻറ്റൻസസ് എന്ന് പറയുന്നത് 2 or 3 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ചേർക്കുന്നതാണ് യൂസിങ് ആൻഡ് ഓർ ബട്ട്. കോംപ്ലെക്സ് സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും കൂടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച്, അതായത് ബിക്കോസോ ഇഫോ ഉപയോഗിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. ഇനി സെൻറ്റൻസസ് ആർ ഡിവൈഡഡ് ഇൻറ്റു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ്. ഇങ്ങനൊരു ഡിവിഷനും കൂടെ ഉണ്ട്, നോക്കാം. പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അഫേർമേറ്റീവ് സെൻറ്റൻസ്. ഏതൊരു സെൻറ്റൻസിനെയും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്റ്റോ ട്രൂത്തോ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് സെൻറ്റൻസ് എന്നും, നെഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിനൈ ചെയ്യുക യൂസിങ് നോ, നോട്ട്, നെവർ ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് എഴുതുമ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. നെഗറ്റീവ് സെൻറ്റൻസസ് ആർ ഫോംഡ് ബൈ ആഡിങ് നോട്ട് ആഫ്റ്റർ ഹെൽപ്പിംഗ് വേർബ്സ്. അതായത് ഈസ്, ക്യാൻ, വാസ് ഇങ്ങനെയുള്ള ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ടല്ലോ, ഏതൊരു ഹെൽപ്പിംഗ് വേർബ്സും കഴിഞ്ഞിട്ട് നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂസിങ് ഡു, ഡസ്, ഡിറ്റ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യാം? നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാം. ഷീ ഈസ് ഹാപ്പി പോസിറ്റീവ് സെൻറ്റൻസ്, ഷീ ഈസ് നോട്ട് ഹാപ്പി കണ്ടോ, അത് നെഗറ്റീവ് സെൻറ്റൻസായി മാറി. അതായത് ഈസിന് ശേഷം നോട്ട് ഉപയോഗിച്ചു. Hope you all understood this. Study well. Thanks for watching.